നാളെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പില്ലായിരുന്നു. സാധനങ്ങളെല്ലാം കൊണ്ടുപോകണ്ടേ. ഇപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകുന്നേരം എത്തിയത്. ഡോക്ടർ അഡ്മിഷൻ പറയുമ്പോൾ ഞാനിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഞാനെപ്പോൾ ചെന്നാലും അവരുടെ മെഷീൻ കംപ്ലൈൻ്റാണ് ഞാൻ പറയും. നിങ്ങളുടെ എല്ലാ മെഷീനും കംപ്ലൈൻറ്റാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വളരെ ഹാപ്പി. ഷോ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിന് വിഷമം തട്ടിക്കഴിഞ്ഞാൽ കുറേ ദിവസം എടുക്കും അതങ്ങ് മനസ്സിൽ നിന്ന് മാറാനായിട്ട്. പിന്നെ ഞാൻ പുറത്തിറങ്ങില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പുറത്തിറങ്ങില്ല, ആരെയും ഫേസ് ചെയ്യില്ല, അധികം ആരോടും സംസാരിക്കില്ല. ഫോണിൽ നേരിട്ട് കണ്ടാൽ സംസാരിക്കും, എന്നെ കാണാനാരും വരുന്ന ഇഷ്ടമില്ല. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. വിഷമിപ്പിച്ചവർക്കറിയാം ഇങ്ങനൊരു ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കാൻ വേണ്ടി അവരത് ചെയ്തത്. പുതിയ ആൾക്കാരെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പുതിയ ആൾക്കാരല്ലേ ഇതാക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഓരോരുത്തർ മനസാക്ഷി ഇല്ലാണ്ട് മനസാക്ഷി പറ്റിപ്പോകുന്നത് ഇങ്ങനെയൊക്കെ നമുക്കൊരു അടി കിട്ടുമ്പോഴാണ് മനസ്സിലായത്. പണ്ടൊക്കെ ഞാൻ ചാടി നടന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തില്ല, ഓടി നടന്ന് ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അതൊക്കെ ഒരുപാട് അങ്ങ് പറ്റിപ്പോയി, എൻ്റെ മനസ്സിൽ നിന്ന് കുറേ പറ്റിപ്പോയി. ഇപ്പോൾ അർഹത ഉണ്ടോ എന്ന് നോക്കിയിട്ടേ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുള്ളൂ. പണ്ട് ഞാൻ ആരെ കണ്ടാലും ആരെ കണ്ടാലും പൈസ കൊടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല. അവരുടെ ഏജ്, ഒട്ടും വയസ്സായ അച്ഛനമ്മ അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ നോക്കിയിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. ചെറുപ്പക്കാർ പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നല്ല കലമ്പും. ആരോഗ്യമുള്ള അമ്മമാരൊക്കെ റോഡിൽ വന്നിട്ട് പൈസ ചോദിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾക്ക് പോയി പണിയെടുത്തൂടെ, എന്തിനാ ഇങ്ങനെ നിങ്ങൾ വിഷയായിരിക്കുന്നത്? എവിടെയെങ്കിലും പണിക്ക് നിന്നാൽ തന്നെ എത്ര പൈസ കിട്ടൂല, നിങ്ങൾ പുല്ല് പറിച്ചാൽ തന്നെ എത്ര പൈസ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാക്കി വിടും. ചിലർ ആണൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട്ടിൽ പണി ഇഷ്ടം പോലെയുണ്ട്, ഞാൻ പൈസ തരാൻ പണിയെടുക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ ഒരു ചെറിയ പെണ്ണ് 20-25 വയസ്സ് വരും, ഇവിടെ വന്നിട്ട് പൈസ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പുല്ലൊക്കെ പറിക്കാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അവൾ 5-6 പുല്ല് പറിച്ച് 1:30 വന്നവൾ 3 മണിയായപ്പോഴേ പറയാം, ഞാൻ പോവുക, പുല്ല് പറിച്ച് കഴിഞ്ഞു. നോക്കുമ്പോൾ ഇവിടെ നീ വലിയ പുല്ലുകളില്ല, അത് മാത്രം പറിച്ചു. നമ്മൾ പൈസ കൊടുത്തു. ഞാൻ പറഞ്ഞ മിക്ക പക്ഷേങ്കിൽ നീ ഇങ്ങനെ കൈ നീട്ടരുത് ആരുടെ അടുത്ത്, മോശമാണ്. നമ്മൾ